ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പറവൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സംഭവം നടന്ന് 30-ാം ദിവസമാണ് 1000 പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഋതു വിജയൻ മാത്രമാണ് കേസിലെ പ്രതി. നാടിനെ നടുക്കിയ ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ 112 സാക്ഷികളും 60 തെളിവ് രേഖകളുമുള്ള കുറ്റപത്രമാണ് പറവൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. കഴിഞ്ഞ ജനുവരി 16 വൈകിട്ട് 6:40 പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെ അയൽവാസിയായ ഋതു ജയൻ വീട്ടിൽ കയറി ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഋതുവിന്റെ ആക്രമണത്തിൽ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിനീഷയുടെ മക്കളുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു അരുങ്കൊല അരങ്ങേറിയത്. കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളും കുട്ടികളുടെ മൊഴിയുമാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഋതുവിന്റെ നിരന്തര ശല്യത്തെ തുടർന്നായിരുന്നു വേണു വീടിനു മുന്നിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. അതിൽ ഋതു ആയുധവുമായി എത്തുന്നതടക്കമുള്ള ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നു. കൊലപാതകം നടന്ന് 30-ാം ദിവസം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചെങ്കിലും പരമാവധി ശിക്ഷ ലഭിക്കത്തക്ക എല്ലാ തെളിവുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ ആത്മവിശ്വാസം. ജനം, കൊച്ചി.